ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്ന് നമ്മുടെ ചാനലിലൂടെ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 119 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 232 കോടി 50 ലക്ഷം രൂപയുമാണ് തുടരും സിനിമ തിയേറ്റർ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ഇന്ദുഗോപന്റെ തിരക്കഥയിൽ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത്ത് ബുദ്ധ എന്ന ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു മൂവി ടീം. എന്നാൽ നിലവിൽ ചിത്രത്തിന്റെ തിയേറ്റർ സ്റ്റാർട്ടിംഗ് കൃത്യമായി നടക്കാത്തതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ നിന്നും ഒക്ടോബർ മാസത്തിലെ പൂജ റിലീസിലേക്ക് വിലായത്ത് ബുദ്ധയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് വിജയമായി മാറിയ പടക്കളം എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് പടക്കളത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂൺ 10-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പടക്കളം OTT റിലീസ് ചെയ്യും. ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടെത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രം റിലീസിനെത്തി ആദ്യ വാരം പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്നും മാത്രം 4 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ 6 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടൊവിനോ തോമസ് നായകനായിട്ടെത്തിയ നരിവേട്ട എന്ന ചിത്രം റിലീസിനെത്തി 12 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 13 കോടി 70 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 22 കോടി രൂപയും നിർവേട്ട ചിത്രത്തിന് കളക്ഷനായി ലഭിച്ചിട്ടുണ്ട്. സൂര്യ, തൃഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി RJ ബാലാജി സംവിധാനം ചെയ്തു വരുന്ന സൂര്യ 45 എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ നടക്കുന്ന ഒരു സ്റ്റണ്ട് സീക്വൻസിന്റെ ഷൂട്ടാണ് നടക്കുന്നതെന്നും അൻവറു മാസ്റ്റർ ആണ് ഈ ഒരു സീനിൽ സ്റ്റണ്ട് ഒരുക്കുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. സൂര്യക്കൊപ്പം തൃഷ, യോഗി ബാബു, ഇന്ദ്രൻസ്, സ്വാസിക തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൂര്യ 45 ഈ വരുന്ന ഒക്ടോബർ 2-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. മാളികപ്പുറം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അഭിലാഷ് പിള്ളയുടെ സംവിധാനത്തിൽ അർജുൻ അശോകൻ, മാളവിക മനോജ്, ലാല്, സൈജു കുറുപ്പ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സുമതി വളവ്. ഇപ്പോൾ സുമതി വളവിന്റെ സെൻസറിംഗ് വർക്കുകൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ സുമതി വളവിന്റെ റിലീസ് പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. ദളപതി വിജയിയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ സിനിമയുടെ ഇനി നടക്കാനിരിക്കുന്ന ഒരു സോങ് ഷൂട്ടിന്റെ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. അനിരുദ്ധ് മ്യൂസിക് ഒരുക്കി അനിരുദ്ധ് തന്നെ ആലപിച്ചിരിക്കുന്ന ഈ സോങ് ദളപതി വിജയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് വരുന്നതെന്നും വിജയ്ക്കൊപ്പം ശ്രുതി ഹാസൻ ഈ സോങ്ങിന്റെ ഷൂട്ടിൽ പങ്കുചേരുന്നുണ്ടെന്നും ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ടെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം റിലീസിനെത്തി 25 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 16 കോടി 75 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 24 കോടി 30 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ, ഇന്ദ്രജിത് സുകുമാരൻ, ജയസൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വീണ്ടും ഒരു കോമഡി ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു. നിലവിൽ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. വാഴ സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നെത്തിയ ആനന്ദ് മേനോനാണ് ഈ മൾട്ടി സ്റ്റാർ സിനിമ സംവിധാനം ചെയ്യുക. തിരക്കഥ ഒരുക്കുന്നത് പുതുമുഖ തിരക്കഥാകൃത്തുക്കളായ അജയ്, നിതിൻ, കൈലാസ്, ബേസിൽ ബേബി എന്നിവരും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ഫിലിംസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. അനുഷ്ക ഷെട്ടി, വിക്രം പ്രഭു, രമ്യാകൃഷ്ണൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാധാകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഗാട്ടി. നിലവിൽ ചിത്രീകരണം പൂർത്തിയായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയായ ഗാട്ടിയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 11-ാം തീയതി ഗാട്ടി മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി, തമിഴ് ഭാഷകളിൽ റിലീസിനെത്തും. ടോം ക്രൂയിസ് കേന്ദ്ര കഥാപാത്രമായി ഏറ്റവും പുതുതായി തിയേറ്ററുകളിലേക്ക് എത്തിയ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിംഗ് തിയേറ്ററുകളിൽ പരാജയമായി മാറുന്നു. ചിത്രം റിലീസിനെത്തി 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ $353 മില്യൺ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ട്രെൻഡിംഗ് വെച്ച് ഈ ചിത്രത്തിന് ഏകദേശം $650 മില്യൺ കളക്ഷൻ നേടാനും സാധിക്കും. എന്നാൽ $400 മില്യൺ എന്ന വമ്പൻ ബഡ്ജറ്റാണ് ഈ ടോം ക്രൂയിസ് ചിത്രത്തെ പരാജയത്തിലേക്ക് എത്തിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനികാന്ത്, വിഷ്ണു വിശാൽ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ പരാജയമായി മാറിയ ലാൽ സലാം എന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൺ നെക്സ്റ്റ് പേപ്പർ വ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ജൂൺ 6-ാം തീയതി മുതൽ ലാൽ സലാം OTT റിലീസ് ചെയ്യും. ഉലക നായകൻ കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത് ഈ വരുന്ന ജൂൺ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് തഗ് ലൈഫ്. വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന തഗ് ലൈഫ് ഇപ്പോൾ കർണാടകയിൽ ബാൻ ചെയ്തു എന്നൊരു ഞെട്ടിക്കുന്ന ന്യൂസ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റേതായി നടന്ന ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ വെച്ച് തമിഴ് ഭാഷയിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായത് എന്ന് കമലഹാസൻ നടത്തിയ പ്രസ്താവന വലിയ ചർച്ചയാകുകയും പിന്നീട് കർണാടകത്തിൽ അത് പല തർക്കത്തിനും വഴിവെച്ചു. ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ തഗ് ലൈഫിന്റെ റിലീസ് അവിടെ ബാൻ ചെയ്തിരിക്കുന്നത്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ഇലവിഴ പൂഞ്ചിറ എന്ന സിനിമയുടെ സംവിധായകനും നായാട്ട്, ജോസഫ്, ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തുമായ ഷാഹി കബീർ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. കേരളത്തിൽ നടന്നൊരു യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വരാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. ജയസൂര്യ നായകനാക്കി റോജിൻ തോമസ് സംവിധാനം ചെയ്ത ഒരു എപ്പിക് ഫാന്റസി ഹൊറർ ചിത്രമാണ് കത്തനാർ. ഏറെ നാളുകളായി ചിത്രീകരണം പൂർത്തിയായിട്ടിരിക്കുന്ന കത്തനാറിന്റെ റിലീസ് അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ കത്തനാറിന്റെ റിലീസ്
റിലീസുമായി ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. നീണ്ട നാളത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന കത്തനാർ സിനിമയുടെ റിലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. ആദ്യം ചിത്രം ഈ വരുന്ന ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിരുന്നു മൂവി ടീം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന ഒക്ടോബർ മാസമോ അല്ലെങ്കിൽ നവംബർ മാസമോ ആവും കത്തനാർ തിയേറ്ററുകളിലേക്ക് എത്തുക. ഇതിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഈ ജൂൺ മാസം പകുതിയോടുകൂടി തന്നെ ഒരു ടീസർ മുഖേന മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്യും. 100 കോടി രൂപയോളം ബഡ്ജറ്റിൽ പാൻ ഇന്ത്യൻ സിനിമയായി വരാനിരിക്കുന്ന കത്തനാർ നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ്. മലയാളത്തിൽ വമ്പൻ വിജയങ്ങൾ നേടിയ സിനിമകൾ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്ത് വൻ ദുരന്തങ്ങളായി മാറ്റുന്ന ചീരുവണൻ എന്ന നമ്മുടെ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി ലാലേട്ടൻ നായകനായിട്ടെത്തി കേരളത്തിൽ ഇൻവെസ്റ്റിഗേറ്റീവ് വിജയം നേടിയ തുടരും എന്ന സിനിമയും ഇപ്പോൾ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തുടരും സിനിമയ്ക്ക് എന്താകും സംഭവിക്കുകയെന്ന് കണ്ടു തന്നെ അറിയണം. പിന്നെ ഈ ഒരു വിവരം അക്ഷയ് കുമാർ അറിഞ്ഞാൽ അംബാസഡർ ക കിലാടി എന്ന പേരിൽ ഹിന്ദിയിലേക്കും തുടരും മൂവി റീമേക്ക് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല.